ഹലോ എവരിവൺ. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേത്തുമായി അസോസിയേറ്റ് ചെയ്ത് ചോദിക്കാറുള്ള കുറച്ച് മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾസ് ഹാവ് വൈഡ് ആപ്ലിക്കേഷൻ ഓൺ ലേത്ത്? എന്താണ് ചോദിച്ചത്? ലേത്തിൽ വളരെ വൈഡ് റേഞ്ചിൽ ആപ്ലിക്കേഷൻ ഉള്ള ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് ആൻസർ. എന്തുകൊണ്ടാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആൻസർ വരാൻ കാര്യം? നമുക്കറിയാം, നമുക്ക് ഫേസിങ് ഓപ്പറേഷൻ, ടേണിങ് ഓപ്പറേഷൻ, ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ, ടേപ്പർ ടേണിങ് ഓപ്പറേഷൻ, അങ്ങനെ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ലേത്തിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒറ്റ സിംഗിൾ ടൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. Question number 2. A right hand tool is one which is used to. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇവിടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണുന്ന കണ്ടീഷനിൽ നമ്മൾ എല്ലാ ഓപ്ഷൻസും വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷമേ റൈറ്റ് ആൻസർ സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 2വിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ കമൻറ്റ് എ ആൻഡ് ബി എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെ ഓപ്ഷൻ എ ആൻഡ് ബി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, സ്റ്റാർട്ട് എ കട്ട് ഫ്രം ദി ടെയിൽ സ്റ്റോക്ക് ആൻഡ് കട്ട് ടുവേർഡ്സ് ദ ഹെഡ് സ്റ്റോക്ക്. സ്റ്റാർട്ട് ഫേസിങ് അറ്റ് ദ സെൻറ്റർ ആൻഡ് കട്ട് ഔട്ട്വേർഡ്. അപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് എന്താണ് റൈറ്റ് ഹാൻഡ് കട്ടിംഗ് ടൂൾ എന്നും ലെഫ്റ്റ് ഹാൻഡ് കട്ടിംഗ് ടൂൾ എന്നുമുള്ള ആ കൺസെപ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു റൈറ്റ് ഹാൻഡ് കട്ടിംഗ് ടൂൾ എന്താണെന്ന് നോക്കാം. സോ ഇവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ റൈറ്റ് ഹാൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡ് കാണിച്ചിട്ടുണ്ട്. ആ റൈറ്റ് ഹാൻഡ് നമ്മളിങ്ങനെ വെക്കുന്ന കണ്ടീഷനിൽ നമ്മുടെ തമ്പ് ഒരു ഡയറക്ഷനിലേക്ക് കാണിക്കുന്നുണ്ടല്ലോ. ഈ ഡയറക്ഷനിലേക്ക് നമ്മുടെ കട്ടിങ് പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം ടൂളിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത്. അതായത് ഈ കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ടെയിൽ സ്റ്റോക്കും ഇവിടെ നമ്മുടെ ഹെഡ് സ്റ്റോക്കും ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ടുവേർഡ്സ് ഹെഡ് സ്റ്റോക്കിലേക്ക് നമ്മൾ ടൂൾ മൂവ് ചെയ്താൽ അതിനെ, അല്ലെങ്കിൽ ആ ടൈപ്പ് ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ടൂൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെക്കുന്ന കണ്ടീഷനിൽ ഇവിടെ നമ്മുടെ ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും, ഇവിടെ ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവും. നമ്മൾ ഇതിനിടയ്ക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്പ് ടെയിൽ സ്റ്റോക്കിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത് ടെയിൽ സ്റ്റോക്കിലേക്കാണ്. സോ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാം, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. സോ റൈറ്റ് സൈഡിൽ വരുന്നത് ടെയിൽ സ്റ്റോക്കാണ്. അപ്പോൾ ടെയിൽ സ്റ്റോക്കിലേക്ക് ടൂൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയും. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഹെഡ് സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, റൈറ്റ് ഹാൻഡ് ടൂൾ എന്നും. ടെയിൽ സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്താൽ ടൂളിനെ നമ്മൾ ടെയിൽ സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്താൽ അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയും. ഇനി മറ്റൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, സ്റ്റാർട്ട് ഫേസിങ് അറ്റ് ദ സെൻറ്റർ ആൻഡ് കട്ട് ഔട്ട്വേർഡ്. അപ്പോൾ നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതായത് നമ്മുടെ ഒരു വർക്ക് പീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മളിവിടെ കട്ടിങ് ടൂളും ഉണ്ട്. അപ്പോൾ ഈ കട്ടിങ് ടൂള് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ, അതായത് നമ്മുടെ കട്ടിങ് ടൂൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെച്ചു. നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ വർക്ക് പീസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫേസിങ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്തായിരിക്കും, റൈറ്റ് ഹാൻഡ് ടൂൾ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് പീസിൻ്റെ ഔട്ടറിൽ നിന്ന് വർക്ക് പീസിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ മെഷീൻ ചെയ്ത് പോകുന്നത്, അല്ലെ ഫേസിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് പോയിന്റുകൾ ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡിൽ നമ്മൾ തമ്പിൻ്റെ ഡയറക്ഷൻ ഓർക്കുക, ടെയിൽ സ്റ്റോക്കിൽ നിന്നും ഹെഡ് സ്റ്റോക്കിലേക്കായിരിക്കും ടൂൾ മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫേസിങ് ഓപ്പറേഷൻ ചെയ്യുന്ന കണ്ടീഷനിൽ വർക്ക് പീസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ പുറത്തേക്കാണ് നമ്മൾ മെഷീൻ ചെയ്ത് വരുന്നത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള മെഷീനിങ് ഓപ്പറേഷനിലെ പോലെ ലെഫ്റ്റ് ഹാൻഡ് ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്പ് റൈറ്റ് സൈഡിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഹെഡ് സ്റ്റോക്ക് ആണ്, ലേത്തിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന പാർട്ട് ഹെഡ് സ്റ്റോക്ക് ആണ്. ബെഡിൻ്റെ റൈറ്റ് എൻഡിൽ ഹെഡ് സ്റ്റോക്ക് വരുന്നുണ്ട്, അപ്പോൾ ടെയിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. ലേത്തിൻ്റെ റൈറ്റ് എൻഡിൽ ടെയിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ ടെയിൽ സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ ടൂളിനെ ലെഫ്റ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയും. ഈ ലെഫ്റ്റ് ഹാൻഡ് ടൂളിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ടൂളിൻ്റെ കണ്ടീഷനിൽ നമ്മൾ ഫേസിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വർക്ക് പീസിൻ്റെ ഔട്ടർ സർഫസിൽ നിന്ന് സെൻറ്ററിലേക്കാണ് നമ്മൾ ഫേസിങ് ഓപ്പറേഷൻ ചെയ്ത് വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അടുത്ത ഈ
റൈറ്റ് ഹാൻഡ് ടൂൾ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ടൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ടേണിങ് മൈൽഡ് സ്റ്റീൽ ടൈപ്പ് ഓഫ് ടൂൾ യൂസ്ഡ്. അപ്പോൾ മൈൽഡ് സ്റ്റീൽ ടേൺ ചെയ്യാനായിട്ട് എന്ത് ടൈപ്പ് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ടൈപ്പ് ടൂളാണ് നമ്മൾ മൈൽഡ് സ്റ്റീലിനെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. സോ ഇതും നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡ് ടൂൾ ലെഫ്റ്റ് ഹാൻഡ് ടൂൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈൽഡ് സ്റ്റീലിനെ ടേൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏത് ടൈപ്പ് ഉള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് ടൂളാണ് നമ്മൾ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ചക്ക് യൂസ്ഡ് ഓൺ ലേത്ത് ടു ഹോൾഡ് ദ വർക്ക് പീസ് ഈസ്. സോ നമ്മൾ ലേത്തിൽ യൂസ് ചെയ്യുന്ന വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിനകത്ത് ഇവിടെയും ബോത്ത് എ ആൻഡ് ബി. സോ നമ്മൾ എല്ലാ ഓപ്ഷൻസും ക്ലിയർ ആയിട്ട് നോക്കി നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. സോ 3 ജോ ചക്കുമുണ്ട് 4 ജോ ചക്കുമുണ്ട്. എന്താണ് 3 ജോ ചക്കും 4 ജോ ചക്കും നമുക്കറിയാലോ, വർക്ക് പീസസിനെ വളരെ റിജിഡായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ് ചക്ക് എന്ന് പറയുന്നത്. സോ അത് 3 ജോ ചക്കുമുണ്ട് 4 ജോ ചക്കുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആൾവേസ് റിമൂവ് ദ ഡാഷ് ബിഫോർ എൻഗേജിങ് ദ ലേത്ത്. അപ്പോൾ ലേത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താണ് റിമൂവ് ചെയ്ത് മാറ്റേണ്ടത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ചക്ക് കീ ആണ്. ചക്ക് കീ ആണ് നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വർക്കിനെ നമ്മുടെ ചക്ക് കീ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഹെഡ് സ്റ്റോക്കിൽ വർക്ക് പീസിനെ നമുക്ക് ഹെഡ് സ്റ്റോക്കിൽ ചക്ക് ഉണ്ടാവും. ആ ചക്കിൽ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് റിജിഡായിട്ട് ഹോൾഡ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ചക്ക് കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസായ ചക്കിൻ്റെ ജോസിനെ നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ചക്ക് കീയിൽ നിന്ന് ആ ചക്ക് കീ ഊരി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നേരെ അത് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ വർക്കറിൻ്റെ ദേഹത്ത് വന്ന് അടിക്കാൻ സാധ്യതയുണ്ട്. വളരെ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻസ് question number 5, always remove dash before engaging the lathe, and the answer is chuck key. Then question number 6, which of these operations cannot be done on lathe? അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ലേത്തിൽ ചെയ്യാൻ കഴിയാത്ത ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പഞ്ചിങ്, ടേണിങ്, ഡ്രില്ലിങ്, കട്ടിങ് എന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്കറിയാം ഈ പഞ്ചിങ് ഓപ്പറേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പഞ്ചിങ് ചെയ്യാനായിട്ട് നമുക്ക് ലേത്തിൽ പ്രൊവിഷൻ ഇല്ല. സോ ലേത്തിൽ ഇതിനകത്ത് ഓട് 1 എന്ന് പറയുന്നത് പഞ്ചിങ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദീസ് ഓപ്പറേഷൻസ് കനോട്ട് ബി ഡൺ ഓൺ ലേത്ത്? അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ, പഞ്ചിങ്. നമുക്ക് ടേണിങ് ചെയ്യാം, ഡ്രില്ലിങ് ചെയ്യാം, കട്ടിങ്, അതായത് പാർട്ടിങ് ഓപ്പറേഷൻ നമുക്ക് ലേത്തിൽ ചെയ്യാവുന്നതാണ്. സോ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേഷൻസ് കനോട്ട് ബി പെർഫോംഡ് ഓൺ എ ലേത്ത്? അപ്പോൾ ലേത്ത് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസിനകത്ത് ലേത്തിൽ ചെയ്യാൻ കഴിയാത്തത് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്ലോട്ടിംഗ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഫേസിങ് ഓപ്പറേഷൻ നമുക്ക് ലേത്തിൽ ചെയ്യാം, ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം, ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻസ് ചെയ്യാം. സോ ഓട് 1 എന്ന് പറയുന്നത് സ്ലോട്ടിംഗ് ആണ്. സ്ലോട്ടിംഗ് നമുക്ക് ലേത്തിൽ സാധാരണഗതിയിൽ ചെയ്യാൻ സാധ്യമല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. മാൻഡ്രിൽസ് ആർ യൂസ്ഡ് ഓൺ ലേത്ത് ടു ഹോൾഡ് ഡാഷ്. അപ്പോൾ എന്തിനെ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ മാൻഡ്രിൽസ് യൂസ് ചെയ്യുന്നത്? നമ്മൾ തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ഹോളോ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മാൻഡ്രിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് ഡിവൈസസ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ എക്സ്പെഷ്യലി നമ്മൾ ഹോളോ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്ത് മെഷീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് മാൻഡ്രിൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹോളോ വർക്ക് പീസസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, ഫീഡ് ഇൻ എ ലേത്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. അപ്പോൾ നമ്മുടെ ഫീഡ് റേറ്റ്, നമ്മുടെ കട്ടിംഗ് ടൂള് ഒരു വർക്ക് പീസ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ടൂൾ എത്ര അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഫീഡ് റേറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. എന്താണ്? വർക്ക് പീസ്, ഇതാണ് നമ്മുടെ ഒരു വർക്ക് പീസ് എങ്കിൽ ഈ വർക്ക് പീസ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മുടെ ഈ കട്ടിംഗ് ടൂൾ ആക്സിയലി എത്ര മൂവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മുടെ
ഫീഡ് റേറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നമുക്കിവിടെ നോക്കാം മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ. നമ്മൾ ആ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷനിൽ നിന്നുള്ള ക്ലിയർ ആണ്. മില്ലിമീറ്റർ ഒരു റെവല്യൂഷനിൽ എത്ര മില്ലിമീറ്റർ നമ്മുടെ ടൂള് മൂവ് ചെയ്തു. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, ഫീഡ് റേറ്റ് ഇൻ എ ലേത്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ millimeter per revolution. Okay, next question, identify the lathe accessory used to give extra support for the long slender piece. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഓപ്ഷനിൽ നിന്ന് നമ്മളൊരു ലേത്ത് ആക്സസറി ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ആക്സസറി എന്ന് പറയുന്നത് ലോങ് സ്ലെൻഡർ വർക്ക് പീസസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആക്സസറി ആയിരിക്കണം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റഡി റെസ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ, ലോങ് സ്ലെൻഡർ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത് ടൂളിനെ ഹോൾഡ് ചെയ്യാനാണ്. മാൻഡ്രിൽ എന്ന് പറയുന്നത് എന്തിനാണ്, ഹോളോ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാനാണ്. സോ ഈ രണ്ട് ഓപ്ഷനും അല്ല, രണ്ടും തെറ്റാണ്. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റഡി റെസ്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ. സോ ഐഡന്റിഫൈ ദ ലേത്ത് ആക്സസറി യൂസ്ഡ് ടു give extra support for the long slender workpiece. Answer is steady rest. Then 11, rests are used while working on lathe if the support from dash end cannot be given for the drilling and reaming. അപ്പോൾ ഡ്രില്ലിങ്ങും റീമിങ്ങും ചെയ്യുന്ന കണ്ടീഷനുകളിൽ ഡാഷ് എൻഡിൽ നിന്ന്, അതായത് ഏത് എൻഡാന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഹെഡ് സ്റ്റോക്ക് എൻഡ് ആകാം, അല്ലെങ്കിൽ ടെയിൽ സ്റ്റോക്ക് എൻഡ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ എപ്രൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ നോക്കാം. ഹെഡ് സ്റ്റോക്ക് എൻഡിൽ നിന്നോ ടെയിൽ സ്റ്റോക്ക് എൻഡിൽ നിന്നോ സപ്പോർട്ട് കൊടുക്കാത്ത കണ്ടീഷനിൽ വർക്ക് പീസസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റെസ്റ്റുകൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് എൻഡായിരിക്കാം, നമ്മൾ ഇവിടെ പറഞ്ഞിരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഡ്രില്ലിങ്ങും റീമിങ്ങും ആണ്. അപ്പോൾ ഈ ഡ്രില്ലിങ് റീമിങ് ചെയ്യുന്ന കണ്ടീഷൻ നമുക്ക് ഡ്രില്ലിങ്ങിൻ്റെ ടൂളാണ് നമ്മൾ സാധാരണയായി നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ലേത്ത് എന്ന് വെച്ചു. ഇവിടെ നമുക്ക് ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ഇവിടെ ടെയിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ ടെയിൽ സ്റ്റോക്കിൻ്റെ കണ്ടീഷനിൽ ഇവിടെ ഈ ഹെഡ് സ്റ്റോക്കിൽ നമ്മൾ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്തു. ടെയിൽ സ്റ്റോക്ക് സാധാരണ നമ്മൾ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഡ്രില്ലിങ് റീമിങ് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ ടൂളിനെ ഫിക്സ് ചെയ്യുന്നത് ടെയിൽ സ്റ്റോക്കിലായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ടെയിൽ സ്റ്റോക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധ്യമല്ല. സോ അഡീഷണൽ ആയിട്ട് നമ്മൾ റെസ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ എവിടുത്തെ സപ്പോർട്ടാണ് നമുക്ക് ലഭ്യമല്ലാത്തത്, ടെയിൽ സ്റ്റോക്ക് എൻഡ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ടെയിൽ സ്റ്റോക്ക് എൻഡ്. നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. റെസ്റ്റ് ആർ യൂസ്ഡ് വൈൽ വർക്കിംഗ് ഓൺ ലേത്ത് ഇഫ് ദ സപ്പോർട്ട് ഫ്രം ദി ടെയിൽ സ്റ്റോക്ക് എൻഡ്, ഈ ഡാഷ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് എൻഡ് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ടെയിൽ സ്റ്റോക്ക് എൻഡ് കനോട്ട് ബി ഗിവൺ ഫോർ ഡ്രില്ലിംഗ് ആൻഡ് റീമിങ്. എന്തുകൊണ്ട്, ഡ്രില്ലിംഗ് റീമിങ് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ ടെയിൽ സ്റ്റോക്ക് എൻഡിൽ നമ്മൾ കട്ടിംഗ് ടൂളിനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ നമുക്ക് ടെയിൽ സ്റ്റോക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധ്യമല്ല. അതിനാൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ടെയിൽ സ്റ്റോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12, ലീഡ് സ്ക്രൂ ഓഫ് എ ലേത്ത് ഹാവ് ഡാഷ് ത്രെഡ്. അപ്പോൾ എന്താണ് നമ്മുടെ ലീഡ് സ്ക്രൂവിൻ്റെ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണോ, ഡബിൾ സ്റ്റാർട്ടാണോ, മൾട്ടി സ്റ്റാർട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണ്. എന്താണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡ് ഈക്വൽ ടു പിച്ച്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഒരു ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ അത് ആക്സിയലി എത്ര മൂവ് ചെയ്തു എന്നാണ് നമ്മൾ ലീഡ് എന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീഡ് ഈക്വൽ ടു ആ പർട്ടിക്കുലർ ത്രെഡിൻ്റെ പിച്ചിന് ഈക്വൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയും. ഇനി ലീഡ് ഈക്വൽ ടു 2P പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡബിൾ സ്റ്റാർട്ട് ഓർ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്നാണ് പറഞ്ഞു പോകുന്നത്. സോ ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ത്രെഡാണ്, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫേസിംഗ് ഓപ്പറേഷൻ ഈസ് ഡൺ ഓൺ ലേത്ത് ഈസ് ആൻ ഓപ്പറേഷൻ. അപ്പോൾ എന്താണ് ഫേസിംഗ് ഓപ്പറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്തെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മെഷീനിങ് ദ എൻഡ് ഓഫ് എ വർക്ക് പീസ് ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫസസ് സ്ക്വയർ വിത്ത് ദി ആക്സിസ്. അപ്പോൾ എന്താണ് ഫേസിംഗ് ഓപ്പറേഷൻ നമുക്കറിയാലോ. ഇതാണ് നമ്മുടെ വർക്ക് പീസ് എന്ന് കരുതുക. ഇതാണ് വർക്ക് പീസിൻ്റെ സെൻറ്റർ ലൈൻ അല്ലെ ലേത്തിൻ്റെ ആക്സിസ് എന്ന് കരുതുക. ഇത് നമ്മുടെ കട്ടിംഗ് ടൂളാണെന്ന് കരുതുക. അപ്പോൾ ഈ കട്ടിംഗ് ടൂളിനെ നമ്മൾ ഈ റൊട്ടേഷൻ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കട്ടിംഗ് എഡ്ജിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വർക്ക് പീസിൻ്റെ റൊട്ടേഷൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഇതാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്.
സോ നമ്മൾ ആക്സിസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആക്സിസ്. ഈ ആക്സിസിൽ നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ മൂവ്മെൻറ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പെർഫെക്റ്റ് ഫ്ലാറ്റ് സർഫസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് 90 ഡിഗ്രി ആയിരിക്കും ലേത്തിൻ്റെ ആക്സിസുമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിനെ സ്ക്വയർ വിത്ത് ദി ആക്സിസ് എന്ന് പറയാം. 90 ഡിഗ്രി ഓർ സ്ക്വയർ വിത്ത് ദി ആക്സിസ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത് 90 ഡിഗ്രി ഓഫ്സെറ്റ് ആണ് പറയുന്നത്. സോ അതിൻ്റെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ പറയുന്നത്. ദ ഫേസിംഗ് ഓപ്പറേഷൻ ഡൺ ഓൺ ലേത്ത് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ് മെഷീനിങ് ദ ends ഓഫ് വർക്ക് പീസ് ടു പ്രൊഡ്യൂസ് എ ഫ്ലാറ്റ് സ്ക്വയർ വിത്ത് ദ ആക്സിസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംബോസിങ് എ ഡയമണ്ട് ഷേപ്ഡ് പാറ്റേൺ, അതിനെ നമ്മൾ നേളിംഗ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ബെവലിംഗ് ചെയ്യുന്നത് നമ്മൾ ചാഫറിംഗ് എന്ന് പറയുന്നു. ഡയമീറ്റർ നമ്മൾ കുറയ്ക്കുന്നതിന് നോർമൽ മെഷീനിങ് എന്നാണ് പറയുന്നത്. നാരോ ഗ്രൂവ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് നമ്മൾ പാർട്ടിങ് ഓഫ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂവിങ് എന്ന് പറയാം. പാർട്ടിങ് ഓഫ് എന്ന് പറയുന്നത് നമ്മളതിനെ റിമൂവ് ചെയ്ത് മാറ്റുന്നതിനാണ് നമ്മൾ പാർട്ടിങ് ഓഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഡയമീറ്റർ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രൂവിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 14. The swing diameter over the bed is dash the height of the center measured from the bed of the lathe. അപ്പോൾ എന്താണ് സ്വിംഗ് ഡയമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലേത്ത് സ്പെസിഫിക്കേഷൻ പഠിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലേത്തിൻ്റെ ആക്സിസ് എന്ന് കരുതുക, ഇതാണ് ലേത്തിൻ്റെ ബെഡ് എന്ന് കരുതുക. സോ ഇതിന് നമ്മൾ സ്വിംഗ് ഓവർ ബെഡ് എന്ന് പറയുന്നൊരു ഡയമെൻഷൻ നമ്മൾ പറയുന്നുണ്ട്. സ്വിംഗ് ഓവർ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് മുതൽ ലേത്തിൻ്റെ സെൻറ്റർ വരെയുള്ള ആക്സിസിനെയാണ് നമ്മൾ സ്വിംഗ് ഓവർ ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വർക്ക് പീസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡയമീറ്റർ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്ക് പീസിന് ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പിൻ്റെ 2 ടൈംസ് ആയിരിക്കത്തില്ലേ? അപ്പോൾ 2h ആയിരിക്കത്തില്ലേ? ട്വൈസ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ 2h ആയിരിക്കുമല്ലോ ഈ ഗ്യാപ്പിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്ക് പീസസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ട്വൈസ്. അപ്പോൾ സ്വിംഗ് ഡയമീറ്റർ എന്ന് പറയുന്നത് സ്വിംഗ് ഓവർ ബെഡിൻ്റെ 2 ടൈംസ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും സ്വിംഗ് ഓവർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, next question. When a cutting tool is set above the center line of a lathe. അപ്പോൾ ലേത്തിൻ്റെ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ മെഷീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടൂളിനെ ലേത്തിൻ്റെ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോയിൻസൈഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മളതിൻ്റെ ലേത്തിൻ്റെ ഇപ്പോൾ ടെയിൽ സ്റ്റോക്കിൻ്റെ എൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ടൂളിനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് ഹൈറ്റ് കറക്റ്റ് ചെയ്യാറുണ്ട്. ഈ കറക്റ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടെയിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് കരുതുക. നമ്മൾ ടൂളിന് സപ്പോർട്ട് ചെയ്യുന്നത് ടൂളിൻ്റെ എൻ്റെ ഈ പോയിന്റ് വരെ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കുകയാണെന്ന് കരുതി. ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കണ്ടീഷനിൽ ഇപ്പോൾ ഞാൻ പോയിന്റ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ആ പൊങ്ങി നിൽക്കുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫ്രണ്ട് ക്ലിയറൻസ് ഡിക്രീസസ്. എന്തുകൊണ്ടാണ്? നമ്മൾ ടൂൾ കുറച്ച് കയറി നിൽക്കുകയാണ്. വർക്ക് പീസ് സർഫസ് ഇത് വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഈ പോയിന്റ് നിൽക്കുന്നതിന് പകരം നമ്മൾ ഈ പോയിന്റ് നിൽക്കുന്നതിന് പകരം കുറച്ചുകൂടെ കയറി നിൽക്കുകയാണ്, വർക്ക് പീസസിലേക്ക് കയറി നിൽക്കുകയാണ്. സോ അതുകൊണ്ട് ഫ്രണ്ട് ക്ലിയറൻസ് ആണ് കുറയുന്നത്. ഈ വർക്ക് പീസ് സർഫസിൽ ടച്ച് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ അകത്തോട്ട് കയറി നിൽക്കുകയാണ്. സോ അതുകൊണ്ട് ഫ്രണ്ട് ക്ലിയറൻസ് കുറയുന്നു. ആയതിനാൽ നമുക്ക് പ്രോപ്പറായിട്ട് കട്ടിങ് എഡ്ജിന് കോണ്ടാക്റ്റ് കിട്ടില്ല. വർക്ക് പീസിൻ്റെ സർഫസിൽ കട്ടിങ് എഡ്ജിന് പ്രോപ്പറായിട്ട് കോണ്ടാക്റ്റ് കിട്ടില്ല. എങ്ങനെ? നമ്മൾ കട്ടിങ് എഡ്ജിനെ ലേത്തിൻ്റെ സെൻറ്ററിന് മുകളിലായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ, ഫ്രണ്ട് ക്ലിയറൻസ് ഡിക്രീസസ്. സോ ഇനി ഇവിടെ നമുക്കൊരു നോട്ട് തന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ഇഫ് ദ ടൂൾ ഈസ് സെറ്റ് എബവ് ദ സെൻറ്റർ ലൈൻ ഇറ്റ് വോൺ കട്ട് ബിക്കോസ് ദ കട്ടിങ് എഡ്ജ് വോൺ മേക്ക് കോണ്ടാക്ട്. അപ്പോൾ നമ്മൾ ലേത്ത് സെൻറ്ററിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടൂളിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്ലിയറൻസ് കുറയും. മാത്രമല്ല അവിടെ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത് വർക്ക് പീസുമായിട്ട് കോണ്ടാക്ട് വരില്ല. സോ പ്രോപ്പറായിട്ട് കട്ടിങ് നടക്കില്ല. ഇനി ഇഫ് ഇറ്റ് ഈസ് സെറ്റ്, ദാറ്റ് മീൻസ് ദ ടൂൾ ഈസ് സെറ്റ് ബിലോ ദി സെൻട്രൽ ലൈൻ ഇറ്റ് വിൽ കട്ട് റഫ്. അപ്പോൾ നമ്മൾ വർക്ക് പീസിനെ കട്ടിങ് ടൂളിനെ അതിൻ്റെ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈന് താഴെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ സെൻട്രൽ ലൈൻ വരയ്ക്കുകയാണ്,
അങ്ങനെ സെൻട്രൽ ലൈൻ വരയ്ക്കുന്ന കണ്ടീഷനിൽ അതിന് താഴെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ബൗണ്ടറി, വർക്കിൻ്റെ ബൗണ്ടറി, ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യേണ്ട കണ്ടീഷൻ. ഇതാണ് നമ്മൾ ടൂൾ കയറ്റി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, ടൂൾ ഇറക്കി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. സോ കുറച്ച് നമ്മൾ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റും, അവിടെ പ്രോപ്പറായിട്ട് കട്ട് നടക്കില്ല. പകരം ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടുന്നതിന് പകരം നമുക്കൊരു റഫ് സർഫസ് ആയിരിക്കും കിട്ടുന്നത്. പ്രോപ്പറായിട്ടുള്ള കട്ടിങ് അവിടെ നടക്കില്ല. എന്താണ് അതിന് കാരണം? നമ്മുടെ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വർക്ക് പീസിൻ്റെ സർഫസിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ആംഗിളിലായിരിക്കത്തില്ല കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ മേക്ക് ചെയ്യുന്നത്. സോ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കട്ടിങ് അവിടെ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഓർത്തിരിക്കുക, നമ്മളെപ്പോഴും വർക്ക് ടൂളിനെ കോയിൻസൈഡ് ചെയ്യേണ്ടത് ലേത്തിൻ്റെ സെൻറ്റർ ഓഫ് ആക്സിസിനോട് അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ ആക്സിസിന് കറക്റ്റ് പോയിന്റിൽ നമ്മൾ അതിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ക്ലിയറൻസ് ആംഗിൾ കൂടുന്നതായിട്ട് കാണാം, ക്ലിയറൻസ് ആംഗിൾ കുറയുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ കുറച്ച് താത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റഫ് കട്ടിങ് ആയിരിക്കും അവിടെ കിട്ടുന്നത്, പ്രോപ്പറായിട്ട് കട്ടിങ് നടക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ ലേത്ത് സ്പിൻഡിൽ ആൻഡ് ദ ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് വിത്ത് സെയിം RPM while the thread cutting operation, then the pitch of the thread of the workpiece will be, എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഈക്വൽ ടു ദി ലീഡ് സ്ക്രൂ പിച്ച്. അപ്പോൾ ഈക്വൽ ടു ദി ലീഡ് സ്ക്രൂ പിച്ച്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഡ്രൈവർ ബൈ ഡ്രിവൺ, നമ്മൾ ഗിയർ റേഷ്യോ എടുക്കുകയാണ്. ഗിയർ റേഷ്യോ ഇസ് ഈക്വൽ ടു P1 ബൈ P2 എന്നൊരു റിലേഷൻ ഉണ്ട് നമുക്ക്. എന്താണ് ഈ D1 എന്ന് പറയുന്നത്? ഡ്രൈവറിൻ്റെ നമ്പർ ഓഫ് ടീത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടീത്ത് എടുക്കാം. D2 എന്ന് പറയുന്നത് ഡ്രിവണിലെ നമ്പർ ഓഫ് ടീത്ത്. P1 എന്ന് പറയുന്നത് പിച്ച് ടു ബി കട്ടാണ്. P2 എന്ന് പറയുന്നത് പിച്ച് ഓഫ് ദി ലീഡ് സ്ക്രൂ ആണ്. പിച്ച് ടു ബി കട്ടാണ് ഇത്, പിച്ച് ഓഫ് ലീഡ് സ്ക്രൂ ആണ് ഇതിന് വരുന്നത്. സോ നമുക്ക് ഈ ഒരു റിലേഷനിൽ D1 ഈക്വൽ ടു D2 വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? P1 ഈക്വൽ ടു P2 എന്ന് പറയാലോ. D1 ഈക്വൽ ടു D2 വന്നു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയി പോകും, 1 വരും ഇവിടെ. അപ്പോൾ P1 ഈക്വൽ ടു 1 വരണ്ടേ? അപ്പോൾ അത് 1. അതുകൊണ്ട് എന്താണ് നമുക്ക് പറയുന്നതിൽ ഈക്വൽ ടു ദി ലീഡ് സ്ക്രൂ പിച്ച്. അപ്പോൾ നമ്മുടെ ഗിയർ റേഷ്യോ വന്നു ഗിയർ റേഷ്യോ, അതായത് ഗിയർ റേഷ്യോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലേത്തിൻ്റെ, അതായത് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്ന RPM-ഉം ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്ന RPM-ഉം സെയിം ആണ്. അപ്പോൾ ഡ്രൈവറും ഡ്രിവണിൻ്റെയും RPM സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ വർക്ക് പീസിൻ്റെ സർഫസിൽ നമ്മൾ ത്രെഡ് ചെയ്തെടുക്കുന്ന ത്രെഡിൻ്റെ പിച്ച് എന്ന് പറയുന്നത് ആ ലീഡ് സ്ക്രൂവിൻ്റെ പിച്ചിന് ഈക്വൽ ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ടൂൾസ് ദാറ്റ് ക്യാൻ ഹോൾഡ് ഓൺ എ ടററ്റ് ലേത്ത് ഈസ് അപ് ടു. ഒരു ടററ്റ് ലേത്തിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ടൂളിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 14 ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ടററ്റ് ലേത്തിനകത്ത് നമ്മുടെ റൈറ്റ് എൻഡിലുള്ള ടെയിൽ സ്റ്റോക്കിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ഹെക്സഗണൽ ടററ്റിനെയാണ് നമ്മളിവിടെ ടൂൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. സോ ഈ എക്സ്റ്റേണൽ ടററ്റിനകത്ത് നമുക്ക് 6 ടൂളിനെ ഹോൾഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ക്രോസ് ലൈനിൽ മുകളിലുള്ള ടൂൾ പോസ്റ്റിൽ നമുക്കൊരു 4-way ടൂൾ പോസ്റ്റിൽ 4 ടൂൾസിനെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ 6 4 10 ടൂളായല്ലോ. ഇനി റിയറിൽ ഒരു ടൂൾ പോസ്റ്റ് ഉണ്ട്, അവിടെയും നമുക്ക് 4 ടൂളിനെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ എത്ര ടൂളായി? 14 ടൂളിനെ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ചില ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 11 ടൂളെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ടൂൾ ഇവിടെ വരും, 4 ടൂൾ ഇവിടെ വരും, രണ്ടും കോമൺ ആണ്. പക്ഷേ ചില ടെക്സ്റ്റുകളിൽ നമ്മുടെ റിയർ ടൂൾ പോസ്റ്റിൽ ഒരു ടൂൾ മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. അത് പാർട്ടിംഗ് ടൂളാണ്. പാർട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പീസിനെ മെഷീൻ ചെയ്ത് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ മെഷീൻ ചെയ്ത പോർഷനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്ന് കട്ട് ചെയ്ത് ഫുൾ ലെങ്ത് വർക്ക് പീസ് ആയിരിക്കും. അതിൽ നിന്ന് ഇത്രയും പോർഷനെ നമ്മൾ മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആ വർക്ക് പീസിനെ റിമൂവ് ചെയ്യുക, അല്ല നമ്മൾ മെഷീൻ ചെയ്ത് കഴിഞ്ഞ പാർട്ടിനെ റിമൂവ് ചെയ്ത് ഇത്രയായിട്ട് എടുക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് പാർട്ടിംഗ് ടൂൾ. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടററ്റ് ലേത്തിൽ
6, 4, 1 കാണുന്നത്. പക്ഷേ അതിന് റൈറ്റ് ആൻസർ ഇവിടെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് 14 ആണ്. ഈ 14 വരാൻ കാര്യം റിയർ ടൂൾ പോസ്റ്റിൽ നമുക്ക് 4 ടൂളിനെ ഹോൾഡ് ചെയ്യാം. അതുകൊണ്ടാണ് നമുക്കിവിടെ ആൻസർ 14 വരുന്നത്. സോ ക്ലിയർ ആണല്ലോ. ഇവിടെ നോട്ട് പറഞ്ഞിട്ടുണ്ട്, സംടൈംസ് ക്രോസ് സ്ലൈഡ് മേ സപ്പോർട്ട് എ സ്ക്വയർ ടററ്റ് ഓൺ ദ റിയർ. അപ്പോൾ റിയറിൽ നമ്മളൊരു സ്ക്വയർ ടററ്റ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ക്വയർ ടററ്റ് ഇവിടെ വരുന്നുണ്ട്, ഫ്രണ്ടിൽ വരുന്നുണ്ട്, ഇവിടെ ഒരു ഹെക്സഗണൽ ടററ്റ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 14 ടൂളിനെ നമുക്ക് ഹോൾഡ് ചെയ്യാം. വിച്ച് ക്യാൻ ബി മൗണ്ടഡ് അറ്റ് ദ ടൈം ദ മൂവ്മെൻറ്റ് ഓഫ് ദീസ് ടൂൾസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അഡ്ജസ്റ്റബിൾ സ്റ്റോപ്സ്. അപ്പോൾ അഡ്ജസ്റ്റബിൾ സ്റ്റോപ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ വർക്ക് പീസിൻ്റെ മൂവ്മെൻറ്റ്, ടൂളിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്തതെന്നാണ് 18, ക്വസ്റ്റ്യൻ നമ്പർ 18. അതിൻ്റെ എന്താണ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേഷൻ വർക്ക് ഇൻ സ്ലോ സ്പീഡ്. അപ്പോൾ നമുക്ക് സ്ലോ സ്പീഡിൽ ചെയ്യുന്ന, ഏറ്റവും സ്ലോ സ്പീഡിൽ ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ത്രെഡ് കട്ടിങ്. എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷനിൽ ഏറ്റവും ചെറിയ RPM അല്ല, ചെറിയ സ്പീഡിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടേപ്പർ ടേണിംഗ് അല്ല, ചാംഫറിങ് അല്ല, ഗ്രൈൻഡിങ് അല്ല. ഗ്രൈൻഡിങ്ങും ടേപ്പർ ടേണിങ്ങും എല്ലാം നമുക്ക് ഹൈ സ്പീഡിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ത്രെഡ് കട്ടിങ് നമ്മൾ ഗിയർ റേഷ്യോ, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗിയർ ട്രെയിൻ സെറ്റ് ചെയ്ത് ഗിയർ റേഷ്യോ വെച്ചിട്ട് നമ്മൾ സ്പീഡ് റിഡക്ഷൻ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ത്രെഡ് കട്ടിങ് ഓപ്പറേഷനാണ് നമ്മൾ കുറഞ്ഞ സ്പീഡിൽ ചെയ്യുന്നത്, അല്ല സ്ലോ സ്പീഡിൽ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്പോണൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിങ് ലെങ്തി ഹെക്സഗണൽ ബാർ എലോങ് വിത്ത് ഫിക്സഡ് സ്റ്റഡി റെസ്റ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസസിനെ നമ്മൾ മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ സ്റ്റഡി റെസ്റ്റിന് കൂടെ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കമ്പോണൻ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിങ് ലെങ്തി ഹെക്സഗണൽ ബാർ. ലെങ്തി ആയിട്ടുള്ള ഹെക്സഗണൽ ബാർസിനെ മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ ഫിക്സഡ് സ്റ്റഡി റെസ്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആംഗിൾ പ്ലേറ്റ്, മാൻഡ്രിൽ, ക്യാറ്റ് ഹെഡ്, മാഗ്നറ്റിക് ചെക്ക്. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ക്യാറ്റ് ഹെഡ് ആണ്. ഓക്കെ, എന്താണ് ക്യാറ്റ് ഹെഡ് എന്ന് നമുക്ക് നോക്കാം. വെൻ ലോങ് ലെങ്ത് ഓഫ് ഇറഗുലർ ഷേപ്ഡ് വർക്ക് പീസസ് ആർ റിക്വയർഡ് ഫോർ ടേണിംഗ്, ഡ്രില്ലിംഗ് ഓർ ബോറിംഗ്, ക്യാറ്റ് ഹെഡ് ഓർ ബാരൽ ബാൻഡ് എന്ന്, ബാരൽ ബാൻഡ് ഈസ് എ നെസസറി. അപ്പോൾ ക്യാറ്റ് ഹെഡ് ആകാം, അല്ലെ ബാരൽ ബാൻഡ് ആകാം. ഈ കാണിച്ചിരിക്കുന്ന അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസസ് മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ ഇതാണ് ഒരു സ്റ്റഡി റെസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ സ്റ്റഡി റെസ്റ്റിനകത്ത് ഒരു ക്യാറ്റ് ഹെഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് ആണ് ക്യാറ്റ് ഹെഡ്. ഈ ക്യാറ്റ് ഹെഡിൽ കുറേ ബോൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബോൾട്ടുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ വർക്ക് പീസസിൻ്റെ ആക്സിസിനെ ലേത്തിൻ്റെ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്യാറ്റ് ഹെഡിൻ്റെ സെൻട്രൽ പോർഷനിലായിരിക്കും, ഇപ്പോൾ ഈ രണ്ട് സൈഡിലോട്ടും ഈക്വൽ ആയിരിക്കും, ഈ സെൻട്രൽ പോർഷനിലായിരിക്കും നമ്മുടെ സ്റ്റഡി റെസ്റ്റിൻ്റെ പോയിന്റ്സ് കോണ്ടാക്ട് ചെയ്യുന്നത്. സ്റ്റഡി റെസ്റ്റ് നേരെ വർക്ക് പീസസെ കോണ്ടാക്ട് ചെയ്യില്ല. സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത് ക്യാറ്റ് ഹെഡിൽ കോണ്ടാക്ട് ചെയ്യും. ക്യാറ്റ് ഹെഡിലെ ബോൾട്ടുകളാണ്, കുറേ ബോൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്, അപ് ടു 16 ബോൾട്ടുകൾ വരെയുണ്ട്. ആ 16 ബോൾട്ടുകളാണ് എന്ത്, നമ്മുടെ വർക്ക് പീസസിനെ പ്രോപ്പറായിട്ട് സെൻറ്റർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ക്യാറ്റ് ഹെഡാണ്. ലെങ്തി ആയിട്ടുള്ള ബാർസിനെ മെഷീൻ ചെയ്യുന്ന കണ്ടീഷൻ സ്റ്റഡി റെസ്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് എന്ത്, ക്യാറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 20, ഫോർ ടേണിംഗ് ദ വർക്ക് പീസ് ഫോർ ടേണിംഗ് ദ വർക്ക് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ബോത്ത് ഫേസസ് ഓഫ് ദി വർക്ക് പീസ് ആർ ഡ്രിൽഡ് വിത്ത്. അപ്പോൾ നമ്മൾ വർക്ക് പീസസിനെ സെൻറ്റേഴ്സിനിടയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതിന് മുൻപേ, അപ്പോൾ എന്താണ് സെൻറ്റർ, അതൊരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. രണ്ട് സെൻറ്ററുകളുണ്ട്, ഡെഡ് സെൻറ്ററും ഉണ്ട്, ലൈവ് സെൻറ്ററും ഉണ്ട്. ലൈവ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഹെഡ് സ്റ്റോക്കിനെ അസോസിയേറ്റ് ചെയ്ത് വരും, ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ടെയിൽ സ്റ്റോക്കും അസോസിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ രണ്ട് സെൻറ്ററുകൾക്കിടയിൽ വർക്ക് പീസസിനെ ഫിക്സ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള മെഷീനിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെ അതിൻ്റെ എൻഡിൽ, അതായത് നമ്മുടെ ഈ ഡെഡ് സെൻറ്ററിനെയും ലൈവ് സെൻറ്ററിനെയും സപ്പോർട്ട് ചെയ്യാൻ, അതിപ്പോൾ നമ്മുടെ വർക്ക് പീസ് ആണെന്ന് വെച്ചോ, ഇതാണ് നമ്മുടെ ഡെഡ് സെൻറ്റർ ടെയിൽ സ്റ്റോക്കുമായിട്ട് വരുന്നു, ലൈവ് സെൻറ്റർ ഹെഡ് സ്റ്റോക്കുമായിട്ട് വരുന്നു. ഹെഡ് സ്റ്റോക്ക് വരുന്ന പോർഷൻ, ടെയിൽ സ്റ്റോക്ക് വരുന്ന പോർഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി നമ്മുടെ ഈ വർക്ക് പീസിൻ്റെ എൻഡിൽ ചെറിയൊരു ഹോൾ ഡ്രില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ പോയിന്റ് സപ്പോർട്ട് ചെയ്യണ്ടേ, ടെയിൽ സ്റ്റോക്കിൻ്റെ ഹെഡ് സ്റ്റോക്കിൻ്റെ പോയിന്റ് സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ല് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, സെൻറ്റർ ഡ്രില്ലാണ്. ഓപ്ഷൻ 20 ആണ് ആൻസർ.
20യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെൻറ്റർ ഡ്രില്ലാണ്. അപ്പോൾ സെൻറ്റർ ഡ്രിൽ എന്ന് പറഞ്ഞാൽ സെൻറ്ററുകൾ ഡ്രിൽ ചെയ്യും. നമ്മൾ ഇതേപോലുള്ള ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് വർക്ക് പീസസിനെ ലൈവ് സെൻറ്ററിലും ഡെഡ് സെൻറ്ററിനും ഇടയിൽ ഇൻ ബിറ്റ്വീനായിട്ട് ഹോൾഡ് ചെയ്ത് മെഷീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ സെൻറ്ററുകൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെൻറ്റർ ഡ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സെൻറ്റർ ഡ്രില്ല് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സെൻറ്റർ ഡ്രില്ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 21. ഇൻ ദ ലേത്ത് ദ ഫോളോവർ റെസ്റ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫോളോവർ റെസ്റ്റ് 2 ടൈപ്പ് റെസ്റ്റുകളുണ്ട്, സ്റ്റഡി റെസ്റ്റും ഉണ്ട്, ഫോളോവർ റെസ്റ്റും ഉണ്ട്. അപ്പോൾ സ്റ്റഡി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് അതിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് ഇരിക്കും, അത് മൂവ് ചെയ്യുന്നില്ല, നമ്മുടെ ടൂള് മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഫോളോവർ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും, ആ സെയിം ടൈമിൽ തന്നെ ടൂള് മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ റെസ്റ്റും കൂടെ, ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ മൂവ്മെൻറ്റ് കിട്ടാനായിട്ട് നമ്മുടെ ഈ റെസ്റ്റ് എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സാഡിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ നമ്മൾ ഫോളോവർ റെസ്റ്റിനെ എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് സാഡിലായിരിക്കും. സ്റ്റഡി റെസ്റ്റ് ആണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ബെഡിലായിരിക്കും അത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി റെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ലേത്ത് ബെഡും, ഫോളോവർ റെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് സാഡിലാണ്. അറിയാലോ, ബെഡിൻ്റെ മുകളിൽ സാഡിൽ വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 22. വിച്ച് മെക്കാനിസം ഈസ് യൂസ്ഡ് ടു കണക്ട് ക്യാരേജ് വിത്ത് ലീഡ് സ്ക്രൂ. അപ്പോൾ ക്യാരേജിനെ ലീഡ് സ്ക്രൂവായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഹാഫ് നട്ട് മെക്കാനിസം ആണ്. ഹാഫ് നട്ട് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരേജിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ലീഡ് സ്ക്രൂവായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ലേത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഈ ബെഡിൻ്റെ ഈ പോർഷനിലായിട്ട് നമുക്കിവിടെ ഒരു ക്യാരേജ് വരുന്നുണ്ട് അല്ലേ, ഇതാണ് ക്യാരേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൂടെ ഒരു സ്ക്രൂ പോകുന്നുണ്ട്, ലീഡ് സ്ക്രൂ പോകുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ലേത്തിന് ആവശ്യമായ ഡ്രൈവുകൾ എടുക്കുന്നത്. ഓട്ടോമാറ്റിക് ഫീഡും ത്രെഡ് കട്ടിങ്ങുള്ള ആപ്ലിക്കേഷനുള്ള ഫീഡുകളെല്ലാം നമ്മൾ എടുക്കുന്നത് ലീഡ് സ്ക്രൂവിൽ നിന്നാണ്. സോ ഈ കണ്ടീഷനിൽ നമ്മൾ ഈ 2 പാർട്ടുകളെ തമ്മിൽ, അതായത് ക്യാരേജിനെയും ലീഡ് സ്ക്രൂവിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഹാഫ് നട്ട് മെക്കാനിസം. ഓക്കെ, ഹാഫ് നട്ട് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ, ഹാഫ് നട്ട് മെക്കാനിസം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വെൻ ഇറഗുലർ ഷേപ്ഡ് വർക്ക് പീസ് ഈസ് മൗണ്ടഡ് ഇൻ ദ ലേത്ത് സ്പിൻഡിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫേസ് പ്ലേറ്റ്, ദ വർക്ക് ഹാസ് ടു ബി പ്രോപ്പർലി ബാലൻസ്ഡ്, അതർവൈസ് ഇറ്റ് വിൽ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഇറഗുലർ ഷേപ്പിലുള്ള ഒരു വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ നമ്മൾ ലേത്തിൻ്റെ സ്പിൻഡിലിൽ ഫേസ് പ്ലേറ്റിലാണ് നമ്മളതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യുന്ന കണ്ടീഷനിൽ അതിനെ പ്രോപ്പർലി ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് കുറേ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഇതിനകത്ത് ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. ഓപ്ഷൻ ഡി 23 ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. സോ എ ആൻഡ് ബി എന്താണ്? പൂവർ സർഫസ് ഫിനിഷ് ഓഫ് ദി ജോബ് ആൻഡ് എക്സസീവ് വൈബ്രേഷൻ. അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. എന്തുകൊണ്ട്? നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വയർഡ് സർഫസ് ഫിനിഷിങ് കിട്ടില്ല, അതേപോലെ തന്നെ എക്സസ് വൈബ്രേഷനും ഉണ്ടാവും. 3ാമത്തെ ഓപ്ഷൻ എക്സസ് പവർ കൺസംഷൻ ആണ്. പവർ കൺസംഷൻ ലോഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്, അത് കട്ടിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. സോ ഇവിടെ നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുമായിട്ട് ലോഡിന് ബന്ധമില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ സി സാറ്റിസ്ഫൈ ആകില്ല. സോ എ ആൻഡ് ബി സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഡെഡ് സ്റ്റോപ്പ് ആൻഡ് സ്ട്രിപ്സ് ഓൺ ക്യാപ്ഷൻ ആൻഡ് ടറൽ ലേത്ത്സ് ആർ യൂസ്ഡ് ടു. അപ്പോൾ ടററ്റ് ആൻഡ് ക്യാപ്ഷൻ ലേത്തിൽ ഡെഡ് സ്റ്റോപ്സ് ആൻഡ് ട്രിപ്സ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾക്കറിയാം, നമ്മളത് യൂസ് ചെയ്യുന്നത് ടു കൺട്രോൾ ദി മൂവ്മെന്റ്സ് ഓഫ് ദി കട്ടിംഗ് ടൂൾ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ടു കൺട്രോൾ ദി മൂവ്മെന്റ് ഓഫ് ദി കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂളിൻ്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ട്രിപ്സ് ഡോഗും അതേപോലെ തന്നെ ഡെഡ് സ്റ്റോപ്സും യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സപ്പോസ് നമ്മളൊരു ഇതാണ് വർക്ക് പീസ്, അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഹോൾ ഡ്രില്ല് ചെയ്യണം, അത് എത്രയും ഡെപ്തിലൊരു ഹോൾ ഡ്രില്ല് ചെയ്യണം. അപ്പോൾ അത് അകത്തോട്ട് എത്ര ഡെപ്തിൽ ഡ്രില്ല് ചെയ്തെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ഡ്രിൽ ബിറ്റ് ഫിക്സ് ചെയ്തു, ഈ ഡ്രിൽ ബിറ്റ് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് പോവുക
അകത്തോട്ട് എത്ര പോയെന്ന് നമുക്കറിയില്ല. സോ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്സ്, നമുക്ക് ഈ ട്രിപ്പ് ഡോഗ് അല്ലെങ്കിൽ ഡെഡ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ട്രിപ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ ഡ്രിൽ ബിറ്റ് അല്ല 50 മില്ലിമീറ്റർ ഡ്രിൽ ബിറ്റ് അകത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് ഡോഗിനെ 50 മില്ലിമീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. എപ്പോഴാണോ നമ്മുടെ ഈ വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്ന് 50 മില്ലിമീറ്റർ ഡെപ്തിലേക്ക് നമ്മുടെ ഡ്രിൽ ബിറ്റ് മൂവ് ആകുന്നത്, അവിടെ വെച്ച് നമ്മുടെ ഡ്രിൽ ബിറ്റിൻ്റെ മൂവ്മെൻറ്റ് അറസ്റ്റ് ആകും. പിന്നീട് അത് നമ്മൾ ഫീഡ് കൊടുത്താലും അകത്തോട്ട് മൂവ് ചെയ്യില്ല. അങ്ങനെയാണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ടു കൺട്രോൾ ദി മൂവ്മെൻറ്റ് ഓഫ് ദി കട്ടിംഗ് ടൂൾ. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ 25. ദ ടൈപ്പ് ഓഫ് ടൂൾ ഹോൾഡർ യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ ഡയമീറ്റർ ടേണിംഗ് വിത്ത് ഗുഡ് സർഫസ് ഫിനിഷ് ഇൻ എ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്ത്. അപ്പോൾ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഹോൾഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ ഡയമീറ്റർ ടേണിംഗ്. അപ്പോൾ ഇതൊരു വർക്ക് പീസാണ്. ഈ വർക്ക് പീസിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ, ഈ എക്സ്റ്റേണൽ പോർഷനിൽ നമ്മൾ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റോളർ സ്റ്റഡി ടേണിംഗ് ഹോൾഡർ. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്തിൽ എക്സ്റ്റേണൽ സിലിണ്ടറിക്കൽ ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡയമീറ്റർ ടേൺ ചെയ്യാനായിട്ട് നമ്മൾ ടൂൾ ഫിക്സ് ചെയ്യുന്നത് റോളർ സ്റ്റഡി ടേണിംഗ് ടൂൾ ഹോൾഡറിലായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ, റോളർ സ്റ്റഡി ടേണിംഗ് ടൂൾ ഹോൾഡറിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ടററ്റ് ലേത്ത് ടൂൾ ഹോൾഡർ വിച്ച് ക്യാൻ ഹോൾഡ് എ ബോറിംഗ് ബാർ, ഡ്രിൽ, റീമർ എക്സെട്ര. അപ്പോൾ നമ്മൾ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്തിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂൾ ഹോൾഡറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്? ബോറിംഗ് ബാർ, ഡ്രില്ല്, റീമർ എന്നീ ടൂൾസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓപ്ഷൻ ഡി ഫ്ലാഞ്ച് ടൂൾ ഹോൾഡർ ആണ് ഇതിൻ്റെ ആൻസർ. സോ നമ്മുടെ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്തിൽ നമുക്ക് ബോറിംഗ് ബാർ, ഡ്രില്ല്, റീമർ എന്നീ ടൂളുകളെ ഫിക്സ് ചെയ്ത് മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ഫ്ലാഞ്ച് ടൂൾ ഹോൾഡർ ആണ്. ഓപ്ഷൻ ഡി, 26ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 27. വൈസ് ലൈക്ക് ഡിവൈസ് വിച്ച് ക്യാൻ ബി സെറ്റ് ഇൻ പ്ലേസ് ഓഫ് കോമ്പൗണ്ട് റെസ്റ്റ്. ഇറ്റ് ഹാസ് വെർട്ടിക്കൽ ഫീഡ് ആൻഡ് ഗ്രാജുവേറ്റഡ് ഡയൽ ഫോർ സ്വിവലിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വൈസ് ലൈക്ക് ഡിവൈസ്. അപ്പോൾ വൈസ് ലൈക്ക് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ വർക്ക് പീസിനെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. വൈസ് ലൈക്ക് ഡിവൈസ് വിച്ച് ക്യാൻ സെറ്റ് ഇൻ പ്ലേസ് ഓഫ് കോമ്പൗണ്ട് റെസ്റ്റ്. അപ്പോൾ ലേത്തിലെ കോമ്പൗണ്ട് റെസ്റ്റിന് പകരം ഇവിടെ നമുക്ക് ഇമേജ് കാണാം. ഈ കോമ്പൗണ്ട് റെസ്റ്റിന് പകരം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന വൈസ് ലൈക്ക് ഡിവൈസ്. ഇറ്റ് ഹാസ് വെർട്ടിക്കൽ ഫീഡ് ആൻഡ് ഗ്രാജുവേറ്റ്. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ഫീഡ് കൊണ്ട് അതേപോലെ തന്നെ ഗ്രാജുവേഷൻ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഫീഡ് കൊണ്ട് ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പോൾ ഫോർ സ്വിവലിംഗ്, അപ്പോൾ സ്വിവലിങ്ങിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മില്ലിംഗ് അറ്റാച്ച്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു മില്ലിംഗ് അറ്റാച്ച്മെൻ്റ് ആണ്. സോ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാകും? നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് റെസ്റ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രോസ് ലൈനിന് മുകളിലുള്ള കോമ്പൗണ്ട് റെസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പകരം നമ്മൾ അവിടെയാണ് മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ് വെക്കുന്നത്. ഈ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റിന് നമ്മൾ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സിനുള്ള പ്രൊവിഷനും കാണും, അതേപോലെ തന്നെ വെർട്ടിക്കൽ ഫീഡ് കാണും, അതേപോലെ തന്നെ സ്വിവൽ ചെയ്യാനുള്ള വർക്ക് പീസിനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് സ്വിവൽ ചെയ്തിട്ട് ടേപ്പർ കട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിവൽ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് മെഷീൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷനും കാണും. സോ ഇതിന് ആൻസർ ഓപ്ഷൻ ഡി മില്ലിംഗ് അറ്റാച്ച്മെൻ്റ് ആണ്. സോ ഈ കാണിച്ചിട്ടുണ്ട്, ഈ ഫിഗറിലും കാണിച്ചിട്ടുണ്ട് മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഗെറ്റിംഗ് ഹൈ ഡിഗ്രി ഓഫ് പൊസിഷണൽ ആക്യുറസി വൈൽ ബോറിംഗ് ഡാഷ് ഡിവൈസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ദ ജോബ്. അപ്പോൾ നമ്മൾ ബോറിംഗ് ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ബോറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു വർക്ക് പീസ് ഉണ്ട്. ആ വർക്ക് പീസിന് സെൻട്രൽ ഒരു ഹോൾ ഉണ്ടല്ലേ, ആ ഹോളിനെ നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇവിടെ ഒരു 10 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഹോൾ ഉണ്ട്. അത് ഇൻക്രീസ് ചെയ്ത് 11 ആക്കണമെന്ന് വെച്ചു. 11 ആക്കണം. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോളിൻ്റെ ഡയമീറ്റർ നമ്മൾ കൂട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബോറിംഗ് എന്ന് പറയുന്നത്. സോ ബോറിങ്ങിന് വേണ്ടി നമ്മൾ ഒരു ബോറിംഗ് ടൂൾ യൂസ് ചെയ്യും. ഈ ബോറിംഗ് ടൂൾ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ലേത്തിൻ്റെ വർക്ക് പീസിൻ്റെ സെൻട്രൽ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൻ്റെ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ലേത്തിൻ്റെ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോറിംഗ് ഓപ്പറേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്താണ്? ലേത്തിൻ്റെ ആക്സിസും
അതായത് ലേത്തിൻ്റെ ആക്സിസും വർക്ക് പീസിൻ്റെ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ വർക്ക് ഫിക്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സോ അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ടൂൾ മേക്കേഴ്സ് ബട്ടൺ. ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ബോറിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് വർക്ക് പീസിനെ പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെ പൊസിഷണൽ ആക്യുറസി കിട്ടാനായിട്ട്, പൊസിഷണൽ ആക്യുറസി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് രണ്ടിൻ്റെയും ആക്സിസും, നമ്മുടെ ലേത്തിൻ്റെ ആക്സിസും വർക്ക് പീസിൻ്റെ സെൻറ്ററിലുള്ള ഹോളിൻ്റെ ആക്സിസും കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ ആ പൊസിഷണൽ ആക്യുറസി അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടൂൾ മേക്കേഴ്സ് ബട്ടൺ. ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനായിട്ട്, അതായത് സെൻറ്ററിലാണ് വർക്ക് പീസ് കാണിച്ചിരിക്കുന്നത്. സോ അതിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ബോൾട്ടുകളുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൂൾ മേക്കേഴ്സ് ബട്ടൺ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ബൈ വിച്ച് മെത്തേഡ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് കട്ട് ഓൺ ലേത്ത്. അപ്പോൾ ലേത്തിൽ നമുക്ക് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. അപ്പോൾ ലേത്തിൽ നമ്മൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡുകൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇവിടെ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷനാണ്, അതായത് സ്പ്ലിറ്റ് ഡൈ എന്ന് പറയും. സ്പ്ലിറ്റ് ഡൈയിൽ നമുക്ക് സിംഗിൾ സ്റ്റാർട്ട് ലേത്തിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. ചേസറുണ്ട്, ത്രെഡ് ചേസർ ഉണ്ട്. ഈ ത്രെഡ് ചേസർ എന്ന് പറയുന്നത് ഓരോ പിച്ചിനെ പറ്റൂ, അതും സിംഗിൾ സ്റ്റാർട്ടേ പറ്റൂ. ഓരോ പിച്ചിന് ഉള്ള ത്രെഡ് ചേസർ ഉണ്ടാവും ലേത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. പിന്നെ ഡൈസ് ഉണ്ട്, ഡൈസും നമുക്ക് ലേത്തിൽ മൾട്ടി സ്റ്റാർട്ട് ത്രെഡുകൾ കട്ട് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഡി സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്പറേഷൻ കനോട്ട് ബി പെർഫോംഡ് വിത്ത് കോപ്പിംഗ് അറ്റാച്ച്മെന്റ് ഇൻ ലേത്ത്. അപ്പോൾ ലേത്തിൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ഈ ഓപ്പറേഷനിൽ കോപ്പിംഗ് അറ്റാച്ച്മെന്റിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പിംഗ് അറ്റാച്ച്മെന്റ് സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ കോപ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ ഒരു ടെംപ്ലേറ്റ് കാണും അല്ലേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു കർവ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റൈലസ് നമ്മൾ മൂവ് ചെയ്യും. ഈ സ്റ്റൈലസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ടൂളിൻ്റെ മൂവ്മെൻറ്റിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് പീസിൽ നമുക്ക് അതേപോലെ ഒരു ഫോം ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് കോപ്പിംഗ് ഓപ്പറേഷൻ കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റിലുള്ള ആ ഒരു ഫോമിനെ നമ്മൾ നേരെ വർക്ക് പീസിലേക്ക് കോപ്പി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരം ലേത്തിനെയാണ് നമ്മൾ കോപ്പിംഗ് ലേത്ത് എന്ന് പറയുന്നത്. സോ ഈ കോപ്പിംഗ് അറ്റാച്ച്മെൻറ്റ് സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയാത്ത ഓപ്പറേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ത്രെഡ് കട്ടിംഗ് ആണ്. അപ്പോൾ ത്രെഡ് കട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് കോപ്പിംഗ് ലേത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധ്യമല്ല. ഫോം ടേണിങ് നമുക്ക് ചെയ്യാം, ടേപ്പർ ടേണിങ് നമുക്ക് ചെയ്യാം, റേഡിയസ് ഗ്രൂവിങ് ചെയ്യാം. ഈ 3 ഓപ്പറേഷനും നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോപ്പിംഗ് അറ്റാച്ച്മെൻറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ത്രെഡ് കട്ടിങ് ചെയ്യാൻ സാധ്യമല്ല. സോ ഓഡ് 1 എന്ന് പറയുന്നത് ത്രെഡ് കട്ടിംഗ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ത്രെഡ് കട്ടിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾസ് ഹാവ് വൈഡ് ആപ്ലിക്കേഷൻ ഓൺ ലേത്ത്. അപ്പോൾ എന്ത് ടൈപ്പ് കട്ടിംഗ് ടൂളിനാണ് വൈഡ് ആപ്ലിക്കേഷൻ ഉള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കാരണം നമ്മളിത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ റെപ്പിറ്റേഷൻ വരുന്നത്. അത് കാര്യമാക്കേണ്ട. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചെന്നുണ്ട്, അതിനുള്ള പ്രൂഫാണ് ഈ റെപ്പിറ്റേഷൻ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ ഫീഡ്, ക്രോസ് ഫീഡ് ആൻഡ് ദ ത്രെഡ് കട്ടിംഗ് മൂവ്മെന്റ് ഇൻ എ ലേത്ത് ഈസ് കൺട്രോൾഡ് ബൈ. അപ്പോൾ എന്തൊക്കെ മൂവ്മെന്റ് ആണ്? ഹൊറിസോണ്ടൽ ഫീഡ്, ക്രോസ് ഫീഡ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫീഡ്, ക്രോസ് ഫീഡ്, ത്രെഡ് കട്ടിംഗ് മൂവ്മെന്റ്. ഇങ്ങനെയുള്ള മൂവ്മെന്റ് വരുന്നു. ത്രെഡ് കട്ടിംഗ് മൂവ്മെന്റ് ഇൻ എ ലേത്ത് ഈസ് കൺട്രോൾഡ് ബൈ. അപ്പോൾ ഇവിടെ കുറേ മെക്കാനിസംസ് പറയുന്നുണ്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എപ്രോൺ മെക്കാനിസം. 32 ഓപ്ഷൻ എ ആണ്, എപ്രോൺ മെക്കാനിസം ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. മെക്കാനിസത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്? ഹൊറിസോണ്ടൽ ഫീഡ്, ക്രോസ് ഫീഡ്, ത്രെഡ് കട്ടിംഗ് മൂവ്മെന്റ്. ഇത്ര ഓപ്ഷൻസ് പോസിബിൾ ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ ലേത്ത് സ്ക്രൂ. അപ്പം ലേത്ത് ലീഡ് സ്ക്രൂ എന്നാണ്. ലേത്ത് ലീഡ് സ്ക്രൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആക്മെ ത്രെഡ് ആണ്.
അപ്പോൾ ഇവിടെ ഞാനൊരു ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി PSC ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളതാണ്. കുറച്ച് ത്രെഡുകളുടെ ആംഗിൾസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതവിടെ വി ത്രെഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. VSW ത്രെഡ് ആണെന്നെങ്കിൽ 55 ഡിഗ്രി ആയിരിക്കും. റൗണ്ട് ത്രെഡ് 30 ഡിഗ്രി. ആക്മെ ത്രെഡ് നമ്മളിപ്പോൾ പറഞ്ഞ ലേത്തിൽ യൂസ് ചെയ്യുന്ന ലീഡ് സ്ക്രൂവിൽ ത്രെഡ് എന്ന് പറയുന്ന ആക്മെ ത്രെഡ് ആയിരിക്കും. അതിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രി ആയിരിക്കും. ബട്ട്രസ് ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ 40 ഡിഗ്രിയും ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ 47 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഒരു ഇൻഫർമേഷന് വേണ്ടി ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ലേത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലീഡ് സ്ക്രൂവിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് ആക്മെ ത്രെഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സെൻറ്റർ ലേത്ത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുകളിൽ സെൻറ്റർ ലേത്തിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നൽകുന്ന ഓപ്ഷൻസ് ക്യാരേജ്. നമുക്കറിയാം ക്യാരേജ് എന്ന് പറയുന്നത് ലേത്തിൻ്റെ പാർട്ടല്ല. പിന്നെ ക്രോസ് റെയിൽ എന്ന് ക്യാരേജ് എന്ന് പറയുന്നത് ലേത്തിൻ്റെ പാർട്ടാണ്. സോറി. നെക്സ്റ്റ് വൺ ഓപ്ഷൻ ബി ക്രോസ് റെയിൽ എന്ന് പറയുന്നത് ലേത്തിൻ്റെ പാർട്ടല്ല. എപ്രൺ എന്ന് പറയുന്നത് പാർട്ടാണ്. ബെഡ് എന്ന് പറയുന്നത് ലേത്തിൻ്റെ പാർട്ടാണ്. സോ ഇവിടെ ലേത്തിൻ്റെ പാർട്ടല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രോസ് റെയിൽ. ഈ ക്രോസ് റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പറിൻ്റെ പാർട്ടാണ് ക്രോസ് റെയിൽ എന്ന് പറയുന്നത്. സോ മെഷീൻ്റെ പാർട്സുകളൊക്കെ അറിഞ്ഞിരിക്കുക, എന്നാൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35. ലേത്ത് ബെഡ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ്. അപ്പോൾ ലേത്ത് ബെഡ് നമ്മൾ യൂഷ്വലി എന്ത് ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് അയൺ ആണ്. ഓപ്ഷൻ സി കാസ്റ്റ് അയൺ ആണ് നമ്മൾ ലേത്ത് ബെഡ് മാനുഫാക്ചർ ചെയ്യാനുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേബിൾ സ്ട്രക്ചറാണ്. അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് നല്ല സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ കാസ്റ്റ് അയണിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന വർക്ക് പീസസിന് അല്ലെന്നുണ്ടെങ്കിൽ മെഷീൻ കമ്പോണൻസിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. സോ അതൊരു കാരണമാണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമുണ്ടാകുന്ന കോൺട്രാക്ഷനും ഉണ്ട്, അതേപോലെ എക്സ്പാൻഷനും ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനിലും നമ്മുടെ ഈ പാർട്ടിൻ്റെ ഷേപ്പിൽ പ്രത്യേകിച്ചൊന്നും ഒരു വേരിയേഷൻ വരുന്നില്ല. സോ അതും ഈ കാസ്റ്റ് അയണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാസ്റ്റ് അയൺ കൊണ്ടുണ്ടാക്കുന്ന വർക്ക് പീസസിന് ഈ ടെമ്പറേച്ചർ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന കോൺട്രാക്ഷനിലും എക്സ്പാൻഷനിലും ഷേപ്പ് ചേഞ്ചസ് വരില്ല. അതേപോലെ തന്നെ ഈ കാസ്റ്റ് അയണിന് മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത് ഗ്രാഫൈറ്റ് ഉള്ളത് കൊണ്ട് ചെറിയൊരു ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ കാസ്റ്റ് അയണിന് കുറച്ചുകൂടെ വൈബ്രേഷൻ അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട്. മറ്റ് മെറ്റീരിയലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വൈബ്രേഷൻ അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട്. സോ ഇത്തരം കാരണങ്ങളാൽ നമ്മൾ ലേത്ത് ബെഡിന് ഒരു ഐഡിയൽ മെറ്റീരിയലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കാസ്റ്റ് അയൺ ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36. എ തംബ്ലർ ഗിയർ ഈസ് പ്രൊവൈഡഡ് ഫോർ. അപ്പോൾ ലേത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തംബ്ലർ ഗിയർ എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫീഡ് ഓർ ക്യാരേജ്. ചില ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ക്യാരേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനും കറക്റ്റാണ്. അല്ല, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫീഡ്. അപ്പോൾ ഫീഡ് നമ്മൾ എങ്ങനെയാണ് ക്യാരേജിൽ മൂവ്മെൻറ്റിലാണല്ലോ നമ്മൾ ഫീഡ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫീഡ് ചേഞ്ച് ചെയ്യുന്നത് ക്യാരേജ് മൂവ് ചെയ്യുമ്പോഴും പറ്റും. സോ അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനും ആൻസർ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. തംബ്ലർ ഗിയർ മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലേത്തിലെ ക്യാരേജ്, ഇത് നമ്മുടെ ഹെഡ് സ്റ്റോക്കാണ്, ഇത് നമ്മുടെ ടെയിൽ സ്റ്റോക്കാണ്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മുടെ മൂവ് ചെയ്യുന്ന പാർട്ടാണ് നമ്മുടെ ക്യാരേജ് എന്ന് പറയുന്നത്. സോ ഈ ക്യാരേജിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് തംബ്ലർ ഗിയർ മെക്കാനിസം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 37. വിച്ച് ടൈപ്പ് ഓഫ് ഹെഡ് സ്റ്റോക്ക് ഹാവ് ബാക്ക് ഗിയർ മെക്കാനിസം. അപ്പോൾ ബാക്ക് ഗിയർ മെക്കാനിസം ഉള്ള ഹെഡ് സ്റ്റോക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡ് സ്റ്റോക്ക് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ വരുന്നത്. ഹോൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ഓൾ ഓഫ് ദി എബോവ് ഉണ്ട്, നൺ ഓഫ് ദി എബോവ് ഉണ്ട്. അപ്പോൾ രണ്ട് ഓപ്ഷൻസിൻ്റെയും ഫിഗർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് കോൺ ഓർ സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി ടൈപ്പും. ഇതാണ് ഓൾ ഗിയർഡ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്കറിയാം എന്താണ് ഇന്റേണൽ ആണ്, ഇതിനകത്ത് നമ്മുടെ സ്പീഡ് കോൺ വരുന്നുണ്ട്, സോ കോൺ പുള്ളി വരുന്നുണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി ഹെഡ് സ്റ്റോക്കിലാണ് എന്ത് വരുന്നത്,
ബാക്ക് ഗിയർ മെക്കാനിസം വരുന്നത്. അതാണ് ഇവിടെ നമുക്ക് ബാക്ക് ഗിയർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബാക്ക് ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ഗിയർ മെക്കാനിസം വരുന്നത് സ്പീഡ് കോൺ ടൈപ്പ് ഹെഡ് സ്റ്റോക്കിലാണ്. ഓക്കെ, 38, ക്വസ്റ്റ്യൻ നമ്പർ 38, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് സിലിണ്ടറിക്കൽ റഫ് കാസ്റ്റിംഗ് ഫോർ ടേണിംഗ്. അപ്പോൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള റഫ് കാസ്റ്റിങ്ങിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡ് ഡിവൈസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പാണ്, പക്ഷേ റഫ് കാസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഫോർജോ ചക്കായിരിക്കും. ഓപ്ഷൻ എ, റഫ് കാസ്റ്റിംഗ് ആയതിനാൽ നമുക്ക് പറയാം 38ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫോർജോ ചക്കാണ്. അപ്പോൾ 3ജോ ചക്കാണെന്നുണ്ടെങ്കിൽ അത് റഫ് ആയിരിക്കരുത്, അത് നമ്മൾ റെഗുലർ പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ 3ജോ ചക്കിൽ ഹോൾഡ് ചെയ്യാമായിരുന്നു. സിലിണ്ടറിക്കലാണ്, പക്ഷേ ഇവിടെ റഫ് ആണെന്ന് പറയുന്നുണ്ട് വർക്ക് പീസ്. സോ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഫോർജോ ചക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ടേപ്പർ ടേണിംഗ് എന്താണ്? ടേപ്പർ എന്ന് പറഞ്ഞാൽ ടേപ്പർ ഇതങ്ങനെ ഒരു പോർഷൻ നമ്മൾ മെഷീൻ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേപ്പർ ടേണിംഗ് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഫോം ടൂൾ മെത്തേഡ് ഉണ്ട്, കോമ്പൗണ്ടർ സ്യൂവലിംഗ് മെത്തേഡ് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് ഉണ്ട്, നമുക്ക് ലേത്ത് ബൈ അഡീഷണൽ അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട്. സോ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റ് ഉണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം വായിക്കണം. വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ആകുമ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം വായിച്ചാൽ നമുക്ക് കറക്റ്റ് ആൻസർ എടുക്കാൻ പറ്റൂ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ലാർജ് ആംഗിൾ ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, അത് ഓർത്തിരിക്കുക. ലാർജ് ആംഗിൾ ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അതെന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരിക്കലും നമുക്ക് ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റിൽ 20 ഡിഗ്രിക്ക് അബോവ് ആയിട്ടുള്ള മാക്സിമം 20 ഡിഗ്രി ഒക്കെയാണ് പറയുന്നത്, മാക്സിമം 20 ഡിഗ്രി വരെ പറയുന്നുള്ളൂ. സോ അതിന് എബോവ് ആയിട്ടുള്ള ആംഗിൾസ് ഒന്നും നമുക്ക് ഈ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് മെത്തേഡ് വഴി പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ സാധ്യമല്ല. സോ ഇവിടെ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസും നമുക്ക് ഈ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ട്രൂ ആണെന്നാണ് കാണുന്നത്. ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. എന്താണ് ഇന്റേണലും എക്സ്റ്റേണൽ ടേപ്പറും നമുക്ക് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. പവർ ഫീഡ് ക്യാൻ ബി ഗിവൺ, നമുക്ക് ഓട്ടോമാറ്റിക് ഫീഡ് എപ്രോൺ മെക്കാനിസത്തിൻ്റെ സഹായത്തോടു കൂടി ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കാം. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ത്രെഡ് ഓൺ ദി ടേപ്പർ പോർഷൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഒരു ടേപ്പർ ആയിട്ടുള്ള പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടേപ്പർ ആണ് ഒരു പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ത്രെഡും കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് മെത്തേഡ് വഴി സാധ്യമാണ്. പക്ഷേ അതുമായിട്ട് മാച്ച് ആകാത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ആംഗിൾ ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഒരിക്കലും ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റ് മെത്തേഡിൽ ലാർജ് ആംഗിൾസ് നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ സാധ്യമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 40. The part which is not essential for thread cutting operation in the lathe center is. അപ്പോൾ ലേത്തിൽ നമ്മൾ ത്രെഡ് കട്ടിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പാർട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് എസെൻഷ്യൽ, അപ്പോൾ അത്യാവശ്യമില്ലാത്ത ഒരു പാർട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് വായിച്ചു നോക്കിയാൽ ലീഡ് സ്ക്രൂ ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ചേഞ്ച് ഗിയർ നട്ടുണ്ട്, ഹാഫ് നട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടെയിൽ സ്റ്റോക്ക് ആണ് നമുക്കിവിടെ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത പാർട്ട്. കാരണം ലീഡ് സ്ക്രൂ നമുക്ക് ആവശ്യമാണ്, ഫീഡ് എടുക്കണം. ചേഞ്ച് ഗിയർ നട്ട് നമുക്ക് അല്ലെങ്കിൽ ഹാഫ് നട്ട് ആവശ്യമാണ്, ചേഞ്ച് ഗിയർ നട്ട് നമുക്ക് ആവശ്യമാണ്, ഹാഫ് നട്ടും ആവശ്യമാണ്. സോ ഇവിടെ ആവശ്യമില്ലാത്തൊരു പാർട്ട് എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്ക് ആണ്. ഓപ്ഷൻ ബി, 40യുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 41. ഇൻ എ ലേത്ത് മെഷീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ ടേണിംഗ് ക്യാൻ ബി ഡൺ ബൈ. അപ്പോൾ ഇവിടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ ടേണിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റിൽ നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ ടേണിംഗ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ്. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് ഓപ്ഷൻ തന്നിട്ടില്ല. പകരം തന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ നമുക്ക് offsetting the tail stroke, combination of the both cross slide and compound slide, swelling the compound rest, foam tool method. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സ്യൂവലിംഗ് ദി കോമ്പൗണ്ട് റസ്റ്റ് ആണ്. ഓപ്ഷൻ സി 41 ആൻസർ ഓപ്ഷൻ സി ആണ്, സ്യൂവലിംഗ് ദി കോമ്പൗണ്ട് റസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നോട്ട്
ബൈ കോമ്പൗണ്ടറിസ്റ്റ് മെത്തേഡ് ആൻഡ് ടെയിൽസ്റ്റ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ മെഷീൻ ചെയ്യാം. അതായത് വർക്ക് പീസിൻ്റെ എക്സ്റ്റേണലായിട്ട് വരുന്ന ടേപ്പറുകൾ മെഷീൻ ചെയ്യാം. പിന്നെ ഇതേപോലൊരു ഹോളോ പീസ് ഉണ്ടെങ്കിൽ ആ ഹോളോ പീസിൻ്റെ ഇൻറ്റേർണലി വരുന്ന ടേപ്പറുകൾ നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും. ഏതൊക്കെ മെത്തേഡിൽ കോമ്പൗണ്ടറിസ്റ്റ് സ്വിവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ മെഷീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലേത്ത് ബെഡ്സ് ആർ മെയ്ഡ് ഫ്രം. അപ്പോൾ ലേത്ത് ബെഡ് നമ്മൾ എന്ത് മെറ്റീരിയൽ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ ക്വസ്റ്റ്യൻ വീണ്ടും റെപ്പിറ്റേഷൻ വന്നിരിക്കുകയാണ്. ഗ്രേ കാസ്റ്റ് അയൺ ആണ് ആൻസർ. ഓക്കെ, കാസ്റ്റ് അയൺ കൊണ്ടാണ് നമ്മൾ, അത് എന്തുകൊണ്ടാണ് റീസൺ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ കാസ്റ്റ് അയൺ ആണ് ആൻസർ. ഓപ്ഷൻ സി, ലേത്ത് ബെഡ് മാനുഫാക്ചർ ചെയ്യുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 43, ഇൻ ലേത്ത് ഫോം ടൂൾസ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഫോം ടൂൾസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലേത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിൽ ഫോം ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സോ ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ദ സർഫസസ് വിച്ച് ആർ നെയ്തർ സിലിണ്ട്രിക്കൽ നോർ ടേപ്പേഡ്. അപ്പോൾ സിലിണ്ട്രിക്കൽ, ഇങ്ങനെയുള്ള സിലിണ്ട്രിക്കലും ആകാം, ടേപ്പറും പറയുന്നുണ്ട്. ഈ രണ്ട് കണ്ടീഷനും അല്ലാത്ത വർക്ക് പീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് നമ്മളൊരു കോൺകേവ് ഷേപ്പൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോൾ ഇതേപോലുള്ള കോൺകേവ്, നെയ്തർ സിലിണ്ട്രിക്കൽ നോർ ടേപ്പർ, ഇതേപോലൊരു ബോൾ ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു ബോൾ ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള ഏതാണ്ട് ഇപ്പോൾ ഇത്രയും പോർഷൻ ബോളായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോൾ ഷേപ്പൊക്കെ മെഷീൻ ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോം ടൂൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ദ സർഫസസ് വിച്ച് ആർ നെയ്തർ സിലിണ്ട്രിക്കൽ നോർ ടേപ്പേഡ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 44, അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ചേസിങ് ഡയൽ ഓൺ ലേത്ത് ഈസ് ടു അച്ചീവ്. അപ്പോൾ ലേത്തിൽ ചേസിങ് ഡയൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പിക്കിംഗ് അപ്പ് ദി ത്രെഡ് ആക്യുറേറ്റ്ലി അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് കട്ട്. അപ്പോൾ ത്രെഡ് കട്ടിങ് ഓപ്പറേഷനിൽ നമ്മൾ ആദ്യമേ ഇതിപ്പോൾ വർക്ക് പീസിൻ്റെ സർഫസിൽ നമ്മൾ ഗിയർ അറേഞ്ച്മെൻ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഒരു വട്ടം ത്രെഡ് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ കിട്ടി, അല്ല ഇങ്ങനൊരു പാറ്റേൺ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. ഇനി അടുത്ത വട്ടവും ടൂള് ഈ സെയിം പാത്തിൽ കൂടെ തന്നെ മൂവ് ചെയ്യണം. ഈ സെയിം പാത്തിൽ കൂടെ തന്നെ മൂവ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ആ ടൈമിൽ നമുക്ക് ലീഡ് സ്ക്രൂവിലേക്ക് നമുക്ക് ഹാഫ് നട്ടിനെ എൻഗേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ചേസിങ് ഡയൽ യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിലിരിക്കും. ഇവിടെ 4 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ മാർക്കിങ് നമ്മുടെ ഇവിടെ ഒരു ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ അത് എൻഗേജ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പിക്കിംഗ് അപ്പ് ദി ത്രെഡ് ആക്യുറേറ്റ്ലി അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് കട്ട്. അപ്പോൾ ഓരോ കട്ടിലും ടൂളിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയാൻ സെയിം പാത്തിൽ തന്നെ ആകാൻ വേണ്ടിയാണ് നമ്മൾ, അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ചേസിങ് ഡയൽ യൂസ് ചെയ്യുന്നത്. ചേസിങ് ഡയൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് എംബോസിങ് എ ഡയമണ്ട് ഷേപ്ഡ് പാറ്റേൺ ഓൺ ദി വർക്ക് പീസ് ഈസ് കാൾഡ്. എന്താണ്, നെയിലിംഗ് ഓപ്പറേഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, നെയിലിംഗ് ഓപ്പറേഷൻ. അതായത് വർക്ക് പീസിൻ്റെ സർഫസിൽ ഒരു ഡയമണ്ട് ഷേപ്ഡ് പാറ്റേൺ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ടേണിംഗ് എന്ന് പറയുന്നത്. ബാക്കി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ചാംഫറിംഗ് അല്ല, പാർട്ടിംഗ് ഓപ്പറേഷൻ അല്ല, ഫേസിംഗ് അല്ല. ഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡിനെ ഫിനിഷ് ചെയ്തിരുന്നതിനാണ് നമ്മൾ ഫേസിംഗ് എന്ന് പറയുന്നത്. പാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു വർക്ക് പീസ് ഉണ്ട്, ഇതിനെ സെൻറ്ററിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് മാറ്റുക, അതിനെയാണ് നമ്മൾ പാർട്ടിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ തന്നിരിക്കുന്നത് ഫേസ് ആണ്, നെയിലിംഗ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ചാംഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് പീസിൻ്റെ എൻഡിൽ ഒരു ബെവലിംഗ് നമുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്, ഒരു ബെവലിംഗ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചാംഫറിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നെയിലിംഗ് ഓപ്പറേഷൻ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 46, ഇഫ് ഡി ഈസ് ദ ഡയമീറ്റർ ആൻഡ് എൻ ഈസ് ദ RPM ദെൻ ദ കട്ടിംഗ് സ്പീഡ് ഈസ്. അപ്പോൾ കട്ടിംഗ് സ്പീഡ് എങ്ങനെയാണ്, നമ്മൾ കട്ടിംഗ് സ്പീഡ് അതിൻ്റെ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷനിലെല്ലാം ആദ്യത്തെ 2 ഓപ്ഷൻ സെയിം ആണ്, പക്ഷേ യൂണിറ്റിലാണ് വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, πdn/1000 മീറ്റർ പെർ മിനിറ്റ്. എന്തുകൊണ്ടാണ് മീറ്റർ പെർ മിനിറ്റ് വന്നത്, നമ്മുടെ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു
1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഡയമീറ്റർ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ കട്ടിംഗ് സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ മിനിറ്റ് ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ മിനിറ്റ് ആണ്. സോ ആ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഡിനോമിനേറ്റർ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ എന്ന് പറയുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ എൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 46ൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, πd/1000 മീറ്റർ പെർ മിനിറ്റ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ലേത്ത്. അപ്പം താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ലേത്തിൻ്റെ പാർട്ട് അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആർബർ ആണെന്ന് മനസ്സിലാക്കാം. ഈ ആർബർ എന്ന് പറയുന്നത് മില്ലിംഗ് മെഷീൻ്റെ ഒരു പാർട്ടാണ് ആർബർ എന്ന് പറയുന്നത്. സോ മറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സാഡിൽ ലേത്തിൻ്റെ പാർട്ടാണ്, ക്രോസ് ലൈറ്റ് ലേത്തിൻ്റെ പാർട്ടാണ്, എപ്രൺ ലേത്തിൻ്റെ പാർട്ടാണ്. സോ ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് ആർബർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Next one, question number 48. If D is the initial diameter and small d is the finished diameter of the diameter in the lathe work, then the depth of cut. അപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു വർക്ക് പീസ് ഉണ്ട്. അതിൻ്റെ ഇനിഷ്യൽ ഡയമീറ്റർ ഡി ആണ്, ക്യാപിറ്റൽ ഡി. നമുക്കിപ്പോൾ സെൻട്രൽ ലൈൻ വരച്ചിടാം, എന്നിട്ട് നമുക്ക് പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ ഡയമീറ്റർ ഡി എന്ന് പറയുന്നു. ഇത് നമ്മുടെ ഫൈനൽ ഡയമീറ്റർ സ്മോൾ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ഡി ആണ്, ഇത് സ്മോൾ ഡി ആണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ റിമൂവ് ആയി. ഇവിടെ നിന്നും കുറച്ച് റിമൂവ് ആയിപ്പോയി, ഇവിടെ നിന്നും കുറച്ച് റിമൂവ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഡി മൈനസ് ഡി ഉണ്ടല്ലോ, റിമൂവ് ആയിപ്പോയ ടോട്ടൽ ഏതാണ്ട് ഇതിനെ നമുക്ക് ഈ റിമൂവ് ആയിപ്പോയ ഏരിയ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡി മൈനസ് ഡി എടുക്കുമ്പോൾ നമുക്കത് മൊത്തത്തിൽ കിട്ടും. പക്ഷേ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എത്രയും പോർഷനിലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ പകുതി പോർഷനേ കൊടുക്കുന്നുള്ളൂ, ഇപ്പുറത്തെ കൊടുക്കുന്നില്ല. അത് ഒരു സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് റിമൂവ് ആയിപ്പോൾ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട്. സോ ഡി മൈനസ് d/2 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഡി മൈനസ് d/2 ആണ് ഡെപ്ത് ഓഫ് കട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡി മൈനസ് d/2. രണ്ട് ഡയമീറ്ററിന് ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ പകുതി അവിടെ ഡിനോമിനേറ്ററിൽ 2 വരും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ റൈറ്റ് ആൻസർ കിട്ടുന്നത്. ഡെപ്ത് ഓഫ് കട്ട് ഈക്വൽ ടു ഡി മൈനസ് d/2. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ യൂസിങ് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് എ സെറ്റിംഗ് ആംഗിൾ അപ് ടു. അപ്പോൾ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എത്ര ഡിഗ്രി വരെയുള്ള ടേപ്പറുകൾ നമുക്ക് മെഷീൻ ചെയ്തെടുക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ഞാനത് പറഞ്ഞു, ഡിസ്കഷനിടയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. സോ ബൈ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ടേപ്പർ ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രി വരെയുള്ള ടേപ്പർ എന്നുള്ളത് നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും ബൈ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് മെത്തേഡിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 20 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ടേപ്പർ ഈസ് യൂസ്ഡ് ഇൻ ബോർസ് ഓഫ് സ്പിൻഡിൽ നോസസ് ലേത്ത് ആൻഡ് മില്ലിംഗ് മെഷീൻ. അപ്പോൾ ലേത്തിലെയും മില്ലിംഗ് മെഷീൻ്റെയും സ്പിൻഡിൽ ബോറിനുള്ളിൽ വരുന്ന ടേപ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഒരു സ്പിൻഡിലുണ്ട് നമ്മുടെ ഹെഡ് സ്റ്റോക്കിനകത്ത്. ഇതാണ് നമ്മുടെ ഹെഡ് സ്റ്റോക്ക് എന്ന് വെച്ചോ. അപ്പോൾ ഈ ഹെഡ് സ്റ്റോക്കിനകത്ത് നമ്മുടെ വർക്ക് പീസ് പാസ് ചെയ്ത് പോകുന്നത് ചെറിയൊരു ടേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു സ്പിൻഡിലുണ്ടാവും. ആ സ്പിൻഡിൽ ഇതിനകത്തൊരു ഹോളോ സ്പിൻഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഹോളോ സ്പിൻഡിൽ ചെറിയൊരു ടേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ടേപ്പർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മോസ്റ്റ് ടേപ്പർ ആണ്. ലേത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേപ്പർ എന്ന് പറയുന്നത് മോസ്റ്റ് ടേപ്പർ ആണ്. ഈ സെയിം ടേപ്പർ തന്നെയാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു സെൽഫ് ലോക്കിംഗ് ടേപ്പറാണിത് മോസ്റ്റ് ടേപ്പർ എന്ന് പറയുന്നത്. മോസ്റ്റ് ടേപ്പർ ആണ് നമ്മൾ ലേത്തിലും അതേപോലെ തന്നെ നമ്മുടെ മില്ലിംഗ് മെഷീനിലും വരുന്ന ടേപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ 51. ദ ലേത്ത് കട്ടിംഗ് ടൂൾ ഈസ് സെറ്റ് എബവ് ദി സെൻറ്റർ ലൈൻ ഓഫ് ദി ജോബ്. വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ലേത്തിൻ്റെ സെൻറ്റർ ആക്സിസിന് എബവ് ആയിട്ട് നമ്മൾ കട്ടിംഗ് എഡ്ജിനെ കോയിൻസൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, സ്മൂത്ത് ഫിനിഷ്. അപ്പോൾ കുറച്ച് സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെൻറ്റർ ലൈൻ എബോവ് ആയിട്ട് നമ്മൾ ടൂളിനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിംഗ് ടൂളിന് നമ്മൾ ലേത്തിൻ്റെ സെൻറ്ററിനെ എബോവ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫിനിഷ് കൂടുതൽ കിട്ടും. പക്ഷേ നമുക്കവിടെ ക്ലിയറൻസ് ആംഗിൾ കുറയുന്നതായി കാണാം. അതേപോലെ തന്നെ
സെൻറ്റർ ആക്സിസിന് താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കട്ടിങ് നടക്കില്ല, റഫ് കട്ടിങ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ എബോവ് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് കട്ടിങ്ങും ബിലോ വെച്ച് കഴിഞ്ഞാൽ റഫ് കട്ടിങ്ങും ആയിരിക്കും നടക്കുന്നത്. പ്രോപ്പർ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ കട്ടിങ് നടക്കും. സോ നമുക്ക് ഇവിടെ ഈ എബോവ് വെക്കുന്ന കണ്ടീഷനിൽ ക്ലിയറൻസ് ആംഗിൾ കുറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് സർഫസ് ഫിനിഷ് കൂടുതൽ കിട്ടുന്നതായി പറയുന്നു. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്മൂത്ത് ഫിനിഷ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 52. ഇൻ ലേത്ത് ഓപ്പറേഷൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ വിത്ത് ഹൈ ഫിനിഷ് ആൻഡ് ആക്യുറസി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ. അപ്പോൾ ഏത് മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈ ആക്യുറസിയും അതേപോലെ തന്നെ ഹൈ സർഫസ് ഫിനിഷും കിട്ടുന്നത്, ഏത് ടേപ്പർ ടേണിംഗ് മെത്തേഡിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ 4 ടേപ്പർ ടേണിംഗ് മെത്തേഡുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻ്റ് ആണ്. ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റ് മെത്തേഡിലാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സർഫസ് ഫിനിഷ് കിട്ടുന്നത്, അതേപോലെ തന്നെ ആക്യുറസിയും കിട്ടുന്നത്. ബാക്കി മെത്തേഡിലെല്ലാം കമ്പാരിറ്റീവ്ലി അത് കുറവാണെന്നാണ് കാണുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 53. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഈസ് നോട്ട് സീൻ ഇൻ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്ത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്തിൽ ഇല്ലാത്ത പാർട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്കറിയാം ടെയിൽ സ്റ്റോക്ക് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ടെയിൽ സ്റ്റോക്ക്? അപ്പോൾ ഇവിടെ നമ്മുടെ ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും. ഈ ടെയിൽ സ്റ്റോക്കിന് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? നമ്മളിവിടെ ഒരു ഹെക്സഗണൽ ടററ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ടെയിൽ സ്റ്റോക്കിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒറ്റ ടൈമിൽ നമ്മൾ 6 ടൂളിനെ നമ്മളിത് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്ക് ആണ്. ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലേത്തിൽ നമുക്ക് ടെയിൽ സ്റ്റോക്ക് ഉണ്ടാകില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ടേൺ ദ വർക്ക് ഫേസ് ഓഫ് ആൻ ഇറഗുലർ ഷേപ്പ്ഡ് വർക്ക് പീസ് ദ മൗണ്ട് ദ പീസ്. അപ്പോൾ നമ്മൾ ഒരു ഇറഗുലർ ഷേപ്പ്ഡ് ആയിട്ടുള്ള വർക്ക് പീസിനെ നമ്മൾ മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ അതിനെ എവിടെ മൗണ്ട് ചെയ്യും, നമ്മൾ ഏത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് സെലക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാൻഡ്രില്, ബിറ്റ്വീൻ സെൻറ്റർ, ഫേസ് പ്ലേറ്റ്. അപ്പോൾ ഇറഗുലർ ഷേപ്പ്ഡ് വർക്ക് പീസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി എന്ന് പറയുന്ന ഫേസ് പ്ലേറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റ് ഓപ്ഷൻസ് വരാത്തത് എന്തുകൊണ്ടാണ്? നോക്കിക്കേ, നമ്മളിവിടെ പറയുന്നത് മാൻഡ്രിൽ എന്നാണ് പറയുന്നത്. മാൻഡ്രിൽ എന്ന് പറയുന്നത് ഹോളോ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ബിറ്റ്വീൻ സെൻറ്റർ നമ്മളത് സിലിണ്ടറിക്കലായിട്ടുള്ള റെഗുലർ ഷേപ്പ്ഡായിട്ടുള്ള വർക്ക് പീസസിനെയാണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സ്, അതായത് ഡെഡ് സെൻറ്ററിനെ ലൈവ് സെൻറ്ററിനെ ഇടയ്ക്ക് ഹോൾഡ് ചെയ്ത് മെഷീൻ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് 3 ജോ ചക്കാണ്. 3 ജോ ചക്കിനെ നമ്മൾ റെഗുലർ ഷേപ്പ്ഡുള്ള വർക്ക് പീസസിനെ മെഷീൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇറഗുലർ ഷേപ്പ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഓഡ് 1 എന്ന് പറയുന്നത് ഫേസ് പ്ലേറ്റ് ആണ്. ഫേസ് പ്ലേറ്റിൽ നമ്മൾ കാരിയർ ഡോഗിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് മെഷീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ 54 വിച്ച് നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് പ്ലേറ്റ് ആയിരിക്കും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ഈസ് പ്രൊവൈഡഡ് വിത്ത് ഡാഷ്. അപ്പോൾ ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ എന്ത് ടേപ്പറാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയും ആൻസർ എന്ന് പറയുന്നത് മോസ് ടേപ്പർ ആണ്. സോ ഹെഡ് സ്റ്റോക്കിനുള്ളിൽ ഒരു സ്പിൻഡിലുണ്ട്. ഇതാണ് നമ്മുടെ ഹെഡ്. അപ്പോൾ ലേത്തിൻ്റെ 2 എൻഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒരു എൻഡിൽ ഒരു ടെയിൽ സ്റ്റോക്ക് വരും അല്ലേ? ഒരു ടെയിൽ സ്റ്റോക്ക് വരും, ഒരു ഹെഡ് സ്റ്റോക്ക് വരും. ഈ രണ്ടിനകത്തും, ഈ ഹെഡ് സ്റ്റോക്കിനകത്ത് സ്പിൻഡിലുണ്ട്, ടെയിൽ സ്റ്റോക്കിനകത്തും ചെറിയൊരു സ്പിൻഡിലുണ്ട്. അപ്പോൾ ഈ രണ്ടിടത്തും ഇന്റേണലി ഒരു ബോർ ഉണ്ടാവും. ആ ബോറിൽ നമ്മളൊരു ടേപ്പർ കൊടുത്തിട്ടുണ്ടാകും. ആ ടേപ്പർ എന്ന് പറയുന്നത് മോസ് ടേപ്പർ ആയിരിക്കും. അപ്പോൾ രണ്ടിടത്തെ ആൻസർ മോസ് ടേപ്പർ ആണ്. കൂടാതെ മില്ലിംഗ് മെഷീനും ഡ്രില്ലിംഗ് മെഷീനിലും നമ്മൾ മോസ് ടേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോൺ കട്ടിംഗ് പ്രോസസ് വിച്ച് ക്യാൻ ബി പെർഫോംഡ് ഓൺ ലേത്ത്. അപ്പോൾ ലേത്തിൽ ചെയ്യാൻ പറ്റുന്ന നോൺ കട്ടിംഗ് പ്രോസസ്സ്, അതായത് മെറ്റീരിയൽ റിമൂവ് ചെയ്യാതെ നമ്മൾ ലേത്തിൽ ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പിന്നിങ് ആണ്. സ്പിന്നിങ് ഓപ്പറേഷനാണ് നമ്മൾ ലേത്തിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യാതെ ചെയ്യുന്നത്. ബാക്കി ഓപ്ഷൻസ് റീമിങ് എന്ന് പറയുന്നത് മെറ്റീരിയൽ റിമൂവൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതിനെ ഫിനിഷ് ചെയ്തെടുക്കുന്ന കണ്ടീഷനിൽ മൈക്രോ ലെവലിൽ നമുക്ക് മെറ്റീരിയൽ റിമൂവ് ആകുന്നുണ്ട്. ഡ്രോയിങ് ഓപ്പറേഷൻ, എക്സ്ട്രൂഷൻ ഓപ്പറേഷനിൽ നമുക്ക് ലേത്തിൽ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ അത് ലേത്തിൽ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓപ്ഷനിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പിന്നിങ് ആണ്. സ്പിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാകും. അതായത് എനിക്ക് ഇതേപോലെ ഡിഷ് ചെയ്തെടുക്കണം. ഈ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് സ്റ്റോക്കിൽ ഫിക്സ് ചെയ്യും. അതിനുശേഷം എനിക്കൊരു ബ്ലാങ്ക് ഉണ്ടാകും. ഈ ബ്ലാങ്കിനെ ഒരു പ്രസ് ടൂളിൻ്റെ സഹായത്തോടുകൂടി പ്രസ് ചെയ്യും. ഈ ബ്ലാങ്കിലേക്ക് നമ്മൾ ബ്ലാങ്ക് ഹൈ RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ വർക്ക് പീസിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നേടെ
നമ്മളതിനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നേരെ നമ്മൾ മുമ്പേ കണ്ട ആ ഫോം ഉണ്ടല്ലോ, ആ ഫോം വന്നത് നമ്മുടെ ഈ ടെംപ്ലേറ്റിലേക്ക് നേരെ അങ്ങ് ചേർന്നിരിക്കും. അതിനുശേഷം നമ്മളതിനെ ഇജക്ടർ പിൻസ് റിമൂവ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട നമ്മുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ റിക്വയർഡ് പാർട്ട് ഏതാണ്ട് ഈ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള തന്നെ ആയിരിക്കും. അതിലേക്ക് നമ്മളിതിനെ ഒരു ഫോം ടൂൾ ഉപയോഗിച്ച് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഷീറ്റ് മെറ്റൽ പീസിന് നമ്മൾ അതിലേക്ക് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പീസ് കിട്ടും. അവിടെ മെറ്റീരിയൽ നമ്മൾ റിമൂവ് ആകുന്നില്ല. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്പിന്നിങ് ആണ്. അടുത്ത ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. ദ ടേസ്റ്റ്